ഹായ് ഓൾ. അപ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൻ്റെ അടുത്ത പാർട്ട് വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കും. യങ്സ് മോഡുലസ് ഫോർ സ്റ്റീൽ വയർ 2 × 10⁻11 പാസ്കൽ ആൻഡ് എലാസ്റ്റിക് ലിമിറ്റ് ഈസ് 2.5 × 10⁸ എന്നാണ് തന്നിരിക്കുന്നത്. ബൈ ഹൗ മച്ച് ക്യാൻ എ സ്റ്റീൽ വയർ 3 മീറ്റർ ലോങ് 2 millimeter diameter be stretched before elastic limit is exceeded എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ നമുക്ക് അങ്ങോട്ട് എഴുതാം, ടെൻഷനൊന്നുമില്ലാതെ. എന്താണ് തന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്കൂ. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. അപ്പോൾ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് 2 × 10⁻11. ഒരു ബുദ്ധിമുട്ടുമില്ല. എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് തന്നെ ഞാൻ എഴുതാം. എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾ പാസ്കലാണ്. ആക്ച്വലി അതൊരു പ്രഷർ എന്ന് നമുക്ക് ചിന്തിക്കാം. എന്താ ഇതെന്ന് പറയുന്നത്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണല്ലോ. ഇനി ഇതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട് 2.5 × 10⁸. ടെൻഷനൊന്നും പിടിക്കരുത്. ഇനി അടുത്തെന്താണ്? വയറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. സ്റ്റീൽ വയറിൻ്റെ ലെങ്ത് എത്ര? 3 മീറ്ററാണ്. ഇനി അതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 2 millimeter. അപ്പോൾ റേഡിയസ് 1 millimeter. അപ്പോൾ റേഡിയസ് 1 millimeter എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ. ഇനി അപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്ര വരും? πr². π × r². അപ്പോൾ π × r², 10⁻⁻6. ഇത്രയൊക്കെ മനസ്സിലായി. ഇനി എന്താണ്? ബൈ ഹൗ മച്ച് സ്റ്റീൽ വയർ ക്യാൻ ബി സ്ട്രെച്ചഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എത്ര വരെ വലിച്ചു നീട്ടാം? ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നും കൂടെ ഞാൻ പറയട്ടെ എന്തൊക്കെയാണ്. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത് തന്നിരിക്കുന്നതാണ് നമുക്ക് ഒരു സംശയം. എലാസ്റ്റിക് ലിമിറ്റ് അതെന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 2.5 × 10⁸ എന്നാണ് അല്ലേ. അതിൻ്റെ യൂണിറ്റിൽ നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായത് പ്രഷർ വാല്യൂ ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം അതാണ് തന്നിരിക്കുന്നത്. ഇനി വയറിൻ്റെ ലെങ്ത് ഉണ്ട്, റേഡിയസ് ഉണ്ട്, പിന്നെ എത്ര വരെ വലിച്ചു നീട്ടാം, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ എത്ര? അപ്പോൾ നമുക്ക് ചെയ്യാം മക്കളെ. എന്തൊക്കെയാണ് ഫോഴ്സ് എങ്ങനെയാണ് കാണേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. ഫോഴ്സ് കാണാൻ പ്രഷർ × ഏരിയ എന്നാണ്. ഓക്കെ, ഇവിടെ പ്രഷറിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട് 2.5 × 10⁸. ഇവിടെ ഏരിയ, സോ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, 3.14 × 10⁻⁻6. ഓക്കെ, അപ്പോൾ ഇനി യങ്സ് മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു FL/A ഡെൽറ്റ എൽ. ഓക്കെ, A ഡെൽറ്റ എൽ എന്താ? ടെൻഷനൊന്നും അടിക്കണ്ട. ഇതിൽ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. ഡെൽറ്റ എൽ കണ്ടുപിടിക്കാം. അതല്ലേ നമുക്ക് വേണ്ടേ? ഞാൻ ഇപ്പോൾ ക്യാപിറ്റൽ എൽ ഇട്ട് പോയി, അത് കുഴപ്പമില്ല. സോ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എങ്ങനെ കാണും? FL/AY എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് ഇടാം മക്കളെ. അപ്പോൾ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എഫിൻ്റെ ആൻസർ അവിടെ ഉണ്ട് 2.5 × 10⁸ × 3.14 × 10⁻⁻6. ഓക്കെ, ഇനി എല്ലിൻ്റെ വാല്യൂ 3 എന്നാണ്. ഡിവൈഡ് ബൈ എയുടെ വാല്യൂ 3.14 × 10⁻⁻6 എന്നാണ്. ഇനി ഒയുടെ വാല്യൂ 2 × 10⁻11 എന്നാണ്. നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ അത് രണ്ടും ക്യാൻസലായി. ഇനി ബാക്കി നമുക്ക് റെഡിയാക്കാം. ഇവിടെ 10⁸ ഉണ്ട്, ഇവിടെ 10⁻11 ഉണ്ട്. അപ്പോൾ 10⁻3 ഇവിടെ വരും, മണ്ടയിൽ വരുമ്പോൾ 10⁻−3. ഓക്കെ, ഇനി താഴെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ 1.25 എന്ന് വരും × 3. ഓക്കെ, ഇനി ബാക്കി എത്ര വരും? 10⁻−6. അതിന് നിങ്ങൾ തന്നെ പറയുക എത്ര വരും? 3.75 × 10⁻−6 അല്ല, -3. 10⁻−3 ശരിയല്ലേ? അപ്പോൾ ആൻസർ ഇതാ കിട്ടിയിട്ടുണ്ട്. 3.75 × 10⁻−3 മീറ്റർ എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? 3.75 millimeter എന്ന് എഴുതാം. ആൻസർ ഉണ്ടോ? 3.75 millimeter. എളുപ്പമല്ലേ? അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. നമുക്ക് ആകെ ഒരു കൺഫ്യൂസിങ് പോയിന്റ് എന്ന് പറയുന്നത് ആ പ്രഷറിൻ്റെ ടേം പറഞ്ഞതാണ്. ബാക്കി എല്ലാം നമുക്കറിയാം. എഫ് കാണാൻ പ്രഷറിൻ്റെ ഏരിയ എടുക്കുക, സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എൽ കണ്ടുപിടിക്കണം.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കും. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് മാക്സിമം യങ്സ് മോഡുലസ്? മാക്സിമം യങ്സ് മോഡുലസ് ഉള്ള മെറ്റീരിയൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, കാണുമ്പോഴേ അറിയാം. നമ്മളൊക്കെ ആരാ പുള്ളികളല്ലേ? സ്റ്റീലാണ്. അപ്പോൾ ആൻസർ സ്റ്റീൽ എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് നോക്കി വെച്ചോണം കേട്ടോ. എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 1.5 മീറ്റർ ലോങ്, ഡയമീറ്റർ 0.25 സെൻറ്റിമീറ്റർ, ബ്രാസ് വയർ 1 മീറ്റർ ലോങ്, പിന്നെ ഡയമീറ്റർ 0.25 സെൻറ്റിമീറ്റർ, ആർ ലോഡഡ്, രണ്ടും ലോഡ് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ എലോങ്ങേഷൻ ഓഫ് ബ്രാസ് വയർ. ബ്രാസ് വയറിൻ്റെ എലോങ്ങേഷൻ ഡെൽറ്റ എൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം എന്തൊക്കെയാണ് ബ്രാസ് വയറിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾ തന്നെ പറയണേ. അപ്പോൾ ബ്രാസ് വയറിൻ്റെ ലെങ്ത് എത്രയാണ്? ബ്രാസ് വയറിൻ്റെ ലെങ്ത് 1 മീറ്ററാണ്. ഓക്കെ, അതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 0.25 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസ് എത്ര? അതിൻ്റെ പകുതി 0.125 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇൻറ്റു 10⁻². അപ്പോൾ റേഡിയസും ആയി. ഇനി അതിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നു. എത്രയാണ് ലോഡ്? ലോഡെന്ന് പറയുന്നത് എഫ് ആണ്. ഈ ബ്രാസ് വയറിൽ എത്ര ലോഡുണ്ട്? ബ്രാസ് വയർ എന്ന് പറഞ്ഞത് ഈ വയറാണ്. ഈ വയറിൽ ആകെ ഒരു ലോഡേ ഉള്ളൂ, അത് ഇതാണ്. അപ്പോൾ 6 ആണ്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ mg എന്നാണ്. അപ്പോൾ 6 × 9.8 എന്നാണ്. ഓക്കെ, ന്യൂട്ടൺ. പ്രയാസമൊന്നുമില്ല. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ എലോങ്ങേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എലോങ്ങേഷൻ കണ്ടുപിടിക്കാം. പറയൂ, എങ്ങനെയാണ് യങ്സ് മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ? FL / A ∆L. ഇനി ഇതിനകത്തുനിന്ന് ∆L എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ്. ∆L = പറയൂ, FL / AY എന്നാണ്. ഓക്കെ, പ്രയാസമില്ല. ഇനി നമുക്ക് ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം, സ്റ്റീൽ വയറിൻ്റെ യങ്സ് മോഡുലസ് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെന്നല്ല, അറിഞ്ഞിരിക്കണം. അപ്പോൾ എഫിൻ്റെ ആൻസർ 6 × 9.8 എന്നാണ്. ഇനി എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1 എന്നാണ്. ഇനി എ നമുക്ക് കണ്ടുപിടിക്കാം. എ എന്താണ്? എ എന്ന് പറഞ്ഞാൽ πr² ആണ്. അപ്പോൾ 3.14 × r² 0.125 × 10⁻². ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ എയുടെ ആൻസർ 3.14 × 0.125 × 10⁻². ഇനി യങ്സ് മോഡുലസ് ഞാൻ പറയാം, 0.9 × 10⁻11. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അറിഞ്ഞുകൂടെങ്കിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ ആൻസർ വരുന്നത് 1.3 × 10⁻⁻4 എന്ന ആൻസർ വരും. ഇത് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതല്ലേ ഉള്ളൂ മക്കളെ? എളുപ്പമല്ലേടാ? ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ഉണ്ട്. അത് നിങ്ങൾ ഈ NCERT-യിൽ വാല്യൂസ് തന്നിരിക്കുമ്പോൾ അത് വെച്ച് നോക്കി ഏകദേശം ഒരു വാല്യൂ കാണാതെ പഠിച്ചു വയ്ക്കണം. നിങ്ങൾ NCERT-യുടെ അകത്ത് പഠിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെ, അതിൻ്റെയൊക്കെ വാല്യൂസ് അങ്ങ് കാണാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റീൽ പറയുന്നുണ്ട്, ബ്രാസ്, അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെയാണ് നമ്മൾ പറയുന്നത്. കോപ്പർ, ഇതൊക്കെ ആ ചാപ്റ്ററിൻ്റെ NCERT ന്യൂമറിക്കൽസിൽ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഈ യങ്സ് മോഡുലസ് വാല്യൂ ഒക്കെ അങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് യങ്സ് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ് ആർ റിലേറ്റഡ് ആസ്. അത് നമ്മൾ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നതല്ല, ഒരു അഡീഷണൽ പോയിൻ്റാണ്. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം. ദ റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത്, റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത് ഇവിടെ G എന്നാണ്. മിക്കവാറും എല്ലാ മെറ്റീരിയലിൻ്റെയും റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസിൻ്റെ 1/3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പുതിയൊരു പോയിൻ്റാണ്. അപ്പോൾ കാണാതെ പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ റിജിഡിറ്റി മോഡുലസ് = y / 3. മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The pressure on an object of bulk modulus B undergoing hydraulic compression due to stress exerted by surrounding fluid having volume strain ∆V/V. എന്താണ് പ്രഷർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമ്മുടെ പ്രഷർ കണ്ടുപിടിക്കാം. നമുക്ക് ബൾക്ക് മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ്? PV / ∆V എന്നാണ്. ഇതിനകത്ത് പി എങ്ങനെ കാണും? P = B∆V/V എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, പ്രഷറിൻ്റെ ആൻസർ അല്ലേ? അപ്പോൾ ഈ ആൻസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ദൈവം സഹായിച്ച് ഈ ആൻസർ ഇല്ല.
അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒരു സി എന്ന് പറയുന്ന ഓപ്ഷൻ അത് ഉദ്ദേശിച്ച് അടിച്ചായിരിക്കും, പക്ഷെ 1/b ആയി പോയി കാണും, മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ് എന്നാണ്. നൺ ഓഫ് ദീസ്. ഓക്കെ, ഇതൊന്നും ഇതിൻ്റെ ആൻസർ അല്ല, നമ്മുടെ ഇത് ആൻസർ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു. അടിപൊളിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? റേഡിയൈ ആൻഡ് യങ്സ് മോഡലൈ ഓഫ് 2 യൂണിഫോം വയേഴ്സ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 2:1. 2 വയറുണ്ട്, അപ്പോൾ അത് വയർ എയും വയർ ബിയും, അതിൻ്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ, റേഡിയസ് ഓഫ് വയർ എ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് വയർ ബി എത്രയാണ്? 2:1. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തെന്താണ്? യങ്സ് മോഡുലസ് അതിൻ്റെ റേഷ്യോ, യങ്സ് മോഡുലസ് ഓഫ് എ ബൈ യങ്സ് മോഡുലസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 1/2. ഇത്രയും തന്നിട്ടുണ്ട്. ബോത്ത് വയേഴ്സ് ആർ സബ്ജക്റ്റഡ് ടു സെയിം ഫോഴ്സ്. രണ്ടിലും കൊടുക്കുന്നത് സെയിം ഫോഴ്സ് ആണ്. അപ്പോൾ എഫ് രണ്ടിലും സെയിം ആണ്. ഇനി എന്താണ് വേണ്ടത്? ഇഫ് ദ ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് വയർ എ ഈസ് 1%, ഇൻക്രീസ് ഇൻ ലെങ്ത് ആദ്യത്തെ വയറിൻ്റെ കേസിൽ 1% ആണെങ്കിൽ രണ്ടാമത്തെ വയറിൻ്റെ കേസിൽ അത് എത്ര എന്നാണ് ചോദ്യം. നമുക്ക് ചെയ്യാം, ഇത് പ്രയാസമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കൂ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 വയർ വരയ്ക്കാം. ആദ്യത്തെ വയർ, രണ്ടാമത്തെ വയർ. ഓക്കെ, ഇനി നിങ്ങളാണ് എല്ലാം എനിക്ക് പറഞ്ഞു തരേണ്ടത്. പറയൂ എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ലെങ്ത് ആദ്യത്തെ വേണ്ടത് 1% ആണ്, രണ്ടാമത്തെ വേണ്ടത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. യങ്സ് മോഡലസ് കാണാൻ ഇക്വേഷൻ പറയൂ. യങ്സ് മോഡലസ് ഈസ് ഈക്വൽ ടു പറയൂ FL ബൈ A ഡെൽറ്റ L എന്നാണ്. അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ഇവിടെ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഇൻ ലെങ്ത് ആണ്. ഇൻക്രീസ് ഇൻ ലെങ്തിൻ്റെ പേഴ്സൻറ്റേജ് ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് നിന്ന് ഡെൽറ്റ L ബൈ L എന്ന് കണ്ടുപിടിച്ച് നോക്കാടാ. എത്ര വരും? ഡെൽറ്റ L ബൈ L കണ്ടുപിടിച്ച് നോക്കിയാൽ ഇതിനകത്ത് സെയിം ആയിട്ടുള്ളത് F ആണ്. ഇനി 2 വയേഴ്സ്, ബോത്ത് വയേഴ്സ് ആർ സബ്ജക്റ്റ് ടു സെയിം ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ്, അപ്പോൾ F സെയിം. ഇനി ഇൻക്രീസ് ഇൻ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഡെൽറ്റ L ബൈ L നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ അതൊന്ന് ക്രോസ് ചെയ്തിട്ട് ഡെൽറ്റ L ബൈ L കണ്ടുപിടിച്ച് നോക്കണം. അപ്പോൾ ഡെൽറ്റ L ബൈ L ഈസ് ഈക്വൽ ടു പറഞ്ഞോളൂ എങ്ങനെ വരും? ഡെൽറ്റ L ബൈ L ഈസ് ഈക്വൽ ടു നമുക്ക് എ ഇവിടെ വരും, എ ഇവിടെ വരും, ബാക്കി OE ഇവിടെ വരും, OE ഇവിടെ വരും, ഇനി ഇവിടെ F വരും അല്ലേ? ശരിയല്ലേ? അപ്പോൾ F ക്രോസ് ചെയ്യുമ്പോൾ ഇത് തന്നെ വരുന്നതെന്ന് നോക്കിയാൽ മതി. FL A ഡെൽറ്റ L കറക്റ്റാണ്. ഇനി നമുക്ക് ഇവിടെ വാല്യൂസ് നോക്കാം. ആദ്യത്തെ കേസിൽ ഡെൽറ്റ L ബൈ Lൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. എത്രയാണ്? അത് 1% ഇൻക്രീസ് എന്നാണ് പറയുന്നത്. ഇനി എഫിൻ്റെ ആൻസർ രണ്ടിലും സെയിം ആണ്. യങ്സ് മോഡലസിൻ്റെ ആൻസർ അറിയാം. അപ്പോൾ നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തേക്കാം. എഫ് അതുപോലെ എഴുതി. എയുടെ ആൻസർ πr² എന്നാണ്. ഓക്കെ, πr² എന്നാണ്. OEയുടെ ആൻസർ OE. ഓക്കെ, ഇതിനകത്ത് കോൺസ്റ്റൻറ്റുകളെയൊക്കെ നമുക്കങ്ങ് പറക്കി മാറ്റാം. അപ്പോൾ എഫ് രണ്ടിലും കോൺസ്റ്റൻ്റാണ്, പൈ കോൺസ്റ്റൻ്റാണ്. ഓക്കെ, ഇനി ബാക്കി എല്ലാം വേറെ വേറെയാണ്. അപ്പോൾ ഡെൽറ്റ L ബൈ L എന്ന് പറയുന്നത്, ഡെൽറ്റ L ബൈ L എന്ന് പറയുന്നത് പ്രപ്പോർഷനാണ് 1/r² OEക്ക്. ഓക്കെ, ഞാൻ എഴുതി. ഇനി ഫസ്റ്റ് വയറിന് ഇത് അപ്ലൈ ചെയ്യാം. ഡെൽറ്റ L ബൈ L പ്രപ്പോർഷൻ 1/r-ൻ്റെ ആൻസർ റേഡിയസ് ഓഫ് ഫസ്റ്റ് വയർ, റേഡിയസ് ഓഫ് ഫസ്റ്റ് വയർ സ്ക്വയർ യങ്സ് മോഡുലസ് ഓഫ് ഫസ്റ്റ് വയർ. ഇക്വേഷൻ നമ്പർ 1 അവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത്തെ വയറിൻ്റെ കേസിൽ നമുക്ക് ഇത് തന്നെയാണ് കാണേണ്ടത്. ഡെൽറ്റ L ബൈ L ആണ് അവിടുത്തെ കണ്ടുപിടിക്കാനുള്ളത്. ഇതിനെ ഞാൻ തിരിച്ചറിയാൻ വേണ്ടി ഇതിനെ ഇങ്ങനെ ഇടും, ഡാഷ് എന്നിട്ട് പ്രപ്പോർഷൻ 1/r/b² OEB എന്നെഴുതാം. ഇക്വേഷൻ 2
ഓക്കെ, ഇനി ഇതിനെ ഞാൻ ഒരു തിരിച്ചറിയാൻ വേണ്ടി, നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഇതിനെ ഞാൻ എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസർ എത്രയാണ്? 1 ആണ്. 1. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് രണ്ടും തന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം മക്കളെ. ഇക്വേഷൻസിനെ തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്യാം. എന്താ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അത്ര വരും എക്സ് ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു പറയൂ 1/RB² OB ഡിവൈഡഡ് ബൈ അടുത്ത സാധനം. അപ്പോൾ എന്ത് വരും? ഇൻറ്റു RA² OA എന്ന് വരും. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. അപ്പോൾ എക്സിൻ്റെ ആൻസർ ഇതാ കിട്ടി. ഇതാ നമുക്കിവിടെ RA/RB² അടുത്തത് OA/OB എന്നെഴുതാം. ആർക്കും പേടിയൊന്നുമില്ലല്ലോ. എന്തിനാ ഇവിടെ പേടിക്കുന്നത്? RA/RBയുടെ ആൻസർ ഇതാ ഇവിടെ ഉണ്ടല്ലോ, 2/1. അപ്പോൾ 2/1 എന്ന് പറഞ്ഞാൽ ഓക്കെ സ്ക്വയർ. ഇനി OA/OEBയുടെ ആൻസർ ഉണ്ടല്ലോ 1/2. ഓക്കെ, ഇത് ആൻസർ ആയി കഴിഞ്ഞു. ഇതാ അപ്പോൾ എക്സിൻ്റെ ആൻസർ 4/1 ഇൻറ്റു 1/2 എന്നാണ്. അതായത് 2 എന്നാണ്. ഇത് ആൻസർ കിട്ടിയിട്ടുണ്ട്, 2 എന്നാണ് അതിൻ്റെ ആൻസർ. പ്രയാസപ്പെടാൻ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സി ആണ് നമ്മുടെ ആൻസർ. പ്രയാസമുണ്ടോ? അടിപൊളി. അപ്പോൾ നമുക്ക് ഒത്തിരി ഒന്ന് ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ ഇവിടെ റേഷ്യോ ഓഫ് റേഡിയസ് തന്നിട്ടുണ്ട്, റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, എഫ് സെയിം എന്ന് പറയുന്നുണ്ട്. യങ്സ് മോഡുലസ് ആണുള്ള ഇക്വേഷൻ ഞാൻ എഴുതി, അതിനകത്ത് ΔL/L എഴുതി. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. എക്ക് പകരം πr² എന്ന് എഴുതിയത് വരെ മനസ്സിലായി. എഫും പൈയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് രണ്ടിനെ ഒഴിവാക്കിയിട്ട് ΔL/L പ്രപ്പോർഷൻ 1/R²Y എന്ന് ഞാനങ്ങ് എഴുതി. അങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇനി ആദ്യത്തെ കേസിൽ ഈ സാധനം പ്രപ്പോർഷൻ 1/R അതിൻ്റെത്, OE അതിൻ്റെത്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ ആ സാധനം പ്രപ്പോർഷൻ അതിൻ്റെത്. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ 1 എന്ന് തന്നിട്ടുണ്ട്, ഇതിൻ്റെ വാല്യൂ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. എന്താ? ഇനി ഇക്വേഷൻ 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. എളുപ്പമല്ലേ? നല്ല ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? എ റിജിഡ് ബാർ ഓഫ് മാസ് M ഈസ് സപ്പോർട്ടഡ് സിമെട്രിക്കലി ബൈ 3 വയേഴ്സ് ഈച്ച് ഓഫ് ലെങ്ത് L എന്നാണ്. 3 വയറുണ്ട് കേട്ടോ. അപ്പം 3 വയറുണ്ട്. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ NCERT ന്യൂമറിക്കൽസിൽ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് മനസ്സിലാവും. 3 വയറുണ്ട്. 3 വയറുണ്ട്. എല്ലാ വയറിൻ്റെ ലെങ്ത് L ആണ്. എല്ലാത്തിൻ്റെയും അറ്റത്ത് എന്താണ് ചെയ്തിരിക്കുന്നത്? റിജിഡ് ബാർ ഓഫ് മാസ് M ഈസ് സപ്പോർട്ടഡ് സിമെട്രിക്കലി. ഇതേമാതിരി ഒരു ബാർ കെട്ടി തൂക്കിയിരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ വെയിറ്റ് mg ഇവിടെ ഇരിക്കട്ടെ. അപ്പം 3 പേർക്കും ഈക്വൽ ഡിവിഷൻ ആയിരിക്കും കിട്ടുക. ഇനി ബാക്കി കഥ പറയണം. ദോസ് അറ്റ് ദ എൻസ് ആർ കോപ്പർ. ഇത് രണ്ടും കോപ്പറാണ്. ഇതും കോപ്പറാണ്. മിഡിലുള്ളത് അയണാണ്. അപ്പോൾ ഇത് അയണാണ്. ഓക്കെ, റേഷ്യോ ഓഫ് ഡയമീറ്റേഴ്സ്. ഡയമീറ്റർ തമ്മിലുള്ള റേഷ്യോ എടുക്കണം. ഡയമീറ്റർ ഓഫ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, അത് നമുക്കൊരു പണിയാണ് കേട്ടോ. ഡയമീറ്റർ ഓഫ് കോപ്പർ ഈസ് ടു ഡയമീറ്റർ ഓഫ് അയൺ നമുക്ക് എടുത്തു നോക്കാം. അത് ചെയ്യുമ്പോൾ സെയിം ടെൻഷൻ, എല്ലാത്തിൻ്റെയും ടെൻഷൻ സെയിം ആണ്. അതായത് എല്ലാത്തിലും കിട്ടുന്ന എഫ് സെയിം, എഫ് എല്ലാവർക്കും സെയിം. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ യങ്സ് മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? FL ഡിവൈഡഡ് ബൈ A∆L എന്നാണ്. ഇതിനകത്തുനിന്ന് A കണ്ടുപിടിക്കാം. A എന്ന് പറഞ്ഞാൽ എന്താണ്? A ഈസ് ഈക്വൽ ടു പറയും. A ഈസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ Y∆L എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി. ഇനി ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കാം. A എന്ന് പറഞ്ഞാൽ എന്താണ്? πr² എന്നാണ്. πr എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ പകുതി. അപ്പോൾ D/2 അതിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു FL ബൈ Y∆L. ഒരു പ്രയാസമില്ല. ഇനി നമുക്കിതിനകത്തുനിന്ന് ഡയമീറ്റർ കണ്ടുപിടിക്കാടാ. അപ്പോൾ ഒന്ന് റെഡിയാക്കിയേ. πd² ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു FL ബൈ Y∆L. അപ്പോൾ ഇതിനകത്ത് D² കണ്ടുപിടിച്ചേ. ഇവനെ ക്രോസ് ചെയ്ത് ഇവിടെ വയ്ക്കുക, പൈയെ ക്രോസ് ചെയ്ത് ഇവിടെ വയ്ക്കുക. അപ്പോൾ D² ഈസ് ഈക്വൽ ടു 4FL ഡിവൈഡ് ബൈ πY∆L എന്നാണ്. ഓക്കെ, ഇനി D എങ്ങനെ കണ്ടുപിടിക്കും? ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട് 4FL ഡിവൈഡ് ബൈ πY∆Lൻ്റെ റൂട്ട്.
ഇതുവരെ മനസ്സിലായെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ഇനി നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയുക. ഞാൻ റൗണ്ട് ചെയ്യുന്നതെല്ലാം കോൺസ്റ്റൻറ്റുകളാണ്. 4ഉം Fഉം സെയിം ആണ്. ഇനി എല്ലാ വയറിൻ്റെ ലെങ്ത് സെയിം ആണ്. പൈ കോൺസ്റ്റൻ്റ് ആണ്. ഇനി അടുത്തത് തന്നെ നിങ്ങൾ പറയുക. ഇപ്പോൾ ഡെൽറ്റ എൽ നാച്ചുറലി സെയിം വന്നല്ലേ പറ്റൂ. അപ്പോൾ ഡെൽറ്റ എൽ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന എല്ലാം സെയിം ആണ്. അപ്പോൾ ഡയമീറ്റർ ഇൻവേഴ്സ്ലി അപ്പോൾ ഡയമീറ്റർ എങ്ങനെ എഴുതാം? പ്രൊപ്പോർഷൻ √1 യങ്സ് മോഡുലസ് എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഇനി ബാക്കി വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് എഴുതാൻ അറിയാം. അപ്പോൾ ഡയമീറ്റർ ഓഫ് കോപ്പർ എങ്ങനെ എഴുതും? ഡയമീറ്റർ ഓഫ് കോപ്പർ ഈസ് ഈക്വൽ ടു √1 യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ എന്നല്ലേ ആണ്. അപ്പോൾ ഇനി എന്താ വേണ്ടത്? ഡയമീറ്റർ ഓഫ് അടുത്ത സ്റ്റീലല്ലേ, അയൺ ഈസ് ഈക്വൽ ടു √1 യങ്സ് മോഡുലസ് ഓഫ് അയൺ എന്നല്ലേ. ഇനി റേഷ്യോ എടുക്കാം. അപ്പോൾ റേഷ്യോ എടുത്താൽ നിങ്ങൾ തന്നെ പറയുക √1 യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ ഡിവൈഡഡ് ബൈ അടുത്ത സാധനം. അപ്പോൾ ഇൻറ്റു √യങ്സ് മോഡുലസ് അയൺ ഡിവൈഡഡ് ബൈ 1. ഓക്കെ. അപ്പോൾ ഒറ്റ റൂട്ടിൻ്റെ അകത്ത് ആൻസർ വരും √യങ്സ് മോഡുലസ് ഓഫ് അയൺ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ. ഓക്കെ, ഉണ്ടോ? ആൻസർ ഉണ്ടോ? അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്. നല്ല എളുപ്പമല്ലേ? ഇത് നമ്മൾ NCERT-യിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. ടെൻഷൻ പിടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഓക്കെ, 3 ഒരേപോലെ വലിഞ്ഞു വരും. അപ്പോൾ ഡെൽറ്റ എൽ സെയിം, F ആൾറെഡി സെയിം, എൽ സെയിം. ഓക്കെ, ബാക്കി പൈ 4 അതൊക്കെ കോൺസ്റ്റൻറ്റുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഡയമീറ്റർ തമ്മിലുള്ള റേഷ്യോ എടുക്കാം. ഞാൻ ഒന്നും കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇത്? നമ്മൾ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? എ സ്റ്റീൽ ബാർ ഓഫ് ലെങ്ത് എൽ, ബ്രെഡ്ത്ത് ബി ആൻഡ് ഡെപ്ത് ഡി. ഓക്കെ, ബി ലോഡഡ് അറ്റ് ദ സെൻറ്റർ ബൈ വെയ്റ്റ് W. ഓക്കെ, ദെൻ സാഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. സാഗ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു WL³ ഡിവൈഡഡ് ബൈ 4BD³ നമ്മൾ പഠിച്ചതല്ലേ? എന്താണ്? WL³ ഡിവൈഡഡ് ബൈ 4BD³ ആയിരിക്കുന്നു. അടിപൊളി അല്ലേ? സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞു. നന്നായിട്ട് ചെയ്തില്ലേ? അപ്പോൾ വല്ല പ്രയാസം തോന്നിയോ? അപ്പോൾ നല്ല സുഖമുള്ളൊരു ചാപ്റ്ററാണ്. തിയറിയും ന്യൂമറിക്കൽസും എൻട്രൻസും ഒക്കെ നന്നായിട്ട് നിങ്ങളിരുന്ന് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ കാണാം. ബൈ.